ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ചെലവാണ്. എപ്പോഴും ഹെൽത്തിയായ ഭക്ഷണം മാത്രം എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത്? കൺസൾട്ടേഷന് വരുന്ന പേഷ്യൻസിനോട് ഭക്ഷണകാര്യം പറയുമ്പോൾ പലപ്പോഴും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് രണ്ട് തരത്തിൽ ഉത്തരം പറയാം. ഒന്നാമത്തെ ഉത്തരം ഒരു ഡോക്ടർക്ക് നഷ്ടമുണ്ടാകുന്ന ഉത്തരമാണ് എങ്കിലും പറയാം. കൂടുതലായി തോന്നുന്ന ഹെൽത്തി ഭക്ഷണത്തിന്റെ വില ഭാവിയിൽ നിങ്ങൾക്ക് വന്നേക്കാവുന്ന ചികിത്സാ ചെലവിനേക്കാളും കുറവായിരിക്കാം. രണ്ടാമത്തെ ഉത്തരം ചിലവ് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഹെൽത്തിയായ ഭക്ഷണം കഴിക്കാം എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സാണ്. സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. ഇതുവഴി ഇമ്പൾസീവായ പർച്ചേസുകൾ ഒഴിവാക്കാം. കൂടാതെ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം പ്ലാൻ ചെയ്യുകയും കുക്ക് ചെയ്യാൻ എളുപ്പത്തിലുള്ള വിധത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. സീസണൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് എപ്പോഴും വില കുറവായിരിക്കും, ഹെൽത്തിയുമായിരിക്കും. ഓഫ് സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സുകൾ ഹെൽത്തിയാണ്. പാചകം അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും ബഡ്ജറ്റിനും ഉപകാരപ്രദമാണ്. ഇൻസ്റ്റഗ്രാം റീൽസ് മുതൽ യൂട്യൂബ് തുടങ്ങി പലതരം ഫ്രീ വെബ്സൈറ്റുകളിൽ മീൽ പ്രെപ്പ് റെസിപ്പികളായിട്ടും ഹെൽത്തി ഓപ്ഷൻസ് ആയിട്ടും നിങ്ങൾക്ക് മുന്നിൽ കോണ്ടന്റ്സ് ഉണ്ട്. ബൾക്ക് പർച്ചേസിംഗ്, മീൽ പ്രെപ്പിംഗ്, കുക്കിംഗ്, ഇത് മൂന്നും പ്രായോഗികമല്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കിച്ചൺസ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തുള്ള വീടുകളിൽ തന്നെ നടത്തുന്ന കിച്ചൺ സർവീസസ് ഉപയോഗിക്കാവുന്നതാണ്. ഭക്ഷണം ചൂസ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിന് മുൻഗണന കൊടുക്കുകയും എണ്ണയിൽ മുക്കിപ്പൊരിച്ച പലഹാരം ഒഴിവാക്കുകയും മാക്സിമം പഞ്ചസാര അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുക. ആദ്യം ആരോഗ്യം.